സഹോദരിമാരെ, ഭർത്താവിനോടുള്ള സ്ത്രീയുടെ വിധേയത്വം ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്നാണ് ആരംഭിക്കുക. അതല്ലാതെ അതൊരു തരത്തിലുള്ള അടിമത്വവുമല്ല. ഭർത്താക്കന്മാരും ഇത് തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ത്രീ ദൈവത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം പ്രാപിക്കാതെ സോഷ്യൽ പ്രഷർ കാരണം വിവാഹിതയാകുമ്പോൾ ആത്മീയ ബോധ്യമില്ലാതെ എടുക്കുന്ന ഈ തീരുമാനത്തിൻ്റെ സൈഡ് ഇഫക്റ്റായി ദൈവിക അനുഗ്രഹങ്ങളും ആത്മീയ കൃപാവരങ്ങളും പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. എഫേസ്യർ 5-ാം 22 മുതൽ 24 വാക്യങ്ങൾ പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഈ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുമ്പോൾ അവിടെ സ്വകാര്യതയ്ക്ക് ഒട്ടും ഇടമില്ല. അങ്ങനെ സ്വകാര്യത വേണം എന്നുള്ളവർ ക്രിസ്തീയ വിവാഹ ബന്ധത്തിന് വിലങ്ങുതടിയായി ജീവിതം നശിപ്പിച്ചു തീർക്കുന്നു. വിവാഹം ഒരു നിയമപരമായ കരാർ അല്ല സഹോദരിമാരെ, അത് ദൈവസന്നിധിയിൽ ഉണ്ടാകുന്ന വിശുദ്ധമായ ഒരു ഒന്നാകലാണ്, ഒരു ആത്മീയ ഒന്നാകലാണ്. സ്വർഗത്തിൽ സീലടിച്ച് ഉറപ്പിച്ച് ഒപ്പുവെച്ച ബന്ധത്തിൻ്റെ അർത്ഥമറിയാതെ വെറുതെ ജീവിക്കരുത്. ദൈവത്തെ ആദ്യം കണക്കാക്കാത്ത ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും സബ്മിറ്റ് ചെയ്യുക, വിധേയാകുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അർത്ഥവത്തായ ദൈവിക ദൗത്യത്തിനായി ഒരുമിച്ച് നടക്കാനുള്ള ആഹ്വാനമാണ് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്ന് മർക്കോസ് 10:9 കൊണ്ട് ദൈവം തന്നെ സ്ഥിരീകരിക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾ മുൻനിർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ല വിവാഹം എന്ന ദൈവിക പദ്ധതി. 1 പത്രോസ് 3:5 പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന ആഭരണങ്ങൾ ഉള്ളിൽ അണിയുന്ന എളിമ, കാരുണ്യം, വിധേയത്വം എന്നിവയാണ്, ബാഹ്യമോടികളല്ല. അപ്പോൾ ഒരു കാര്യം ഇവിടെ സുവ്യക്തമാണ് സഹോദരിമാരെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ നാവിൽ അല്ല ആ പ്രത്യാശയുള്ളത്, അവരുടെ ഉള്ളിൽ ആ പ്രത്യാശയുണ്ട്. അവർക്കൊരിക്കലും ഭർത്താവിന് വിധേയായി ജീവിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വിശുദ്ധയായ സ്ത്രീയാണോ, വിശുദ്ധയായ ഒരു അമ്മയാണോ? ചിന്തിക്കാം, തീരുമാനിക്കാം, തിരുത്തണമെങ്കിൽ തിരുത്താം, തിരിച്ചു വരാം. സഹോദരിമാരെ, ഇനി വിവാഹം കഴിക്കാത്തവരാണോ, ദയവ് ചെയ്ത് ഇതിനിറങ്ങി തിരിച്ച് ശാപം വരുത്തി വയ്ക്കരുത്. ദൈവത്തോടുള്ള ഉടമ്പടി ആര് ലംഘിച്ചാലും നന്നാവില്ല, ഉറപ്പാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 കൊറിന്ത്യസ് 11:3 പറയുന്നു, പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും, ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ദൈവമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ക്രമമുണ്ട് കുടുംബത്തിൽ. ഈ ക്രമം തള്ളിക്കളഞ്ഞ് സ്വന്തമായി ബൈബിളിനെ വെല്ലുവിളിച്ച് സഭയെ വെല്ലുവിളിച്ച് ജീവിക്കരുത്. അത് നാശത്തിലേക്കേ പോകൂ, ഒടുവിൽ തകർച്ചയിൽ തന്നെ എത്തുകയുള്ളൂ. പ്രിയ സഹോദരിമാരെ, തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ ദൈവം തന്ന കുടുംബത്തിൻ്റെ വിളക്കും താങ്ങുമായി ജീവിക്കാം. ബാക്കി തമ്പുരാൻ നോക്കിക്കൊള്ളും.